ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. കഞ്ചാവ് എത്തിച്ചത് ഹോളിക്ക്, പണപ്പിരിവും നടത്തി. വിവരം കിട്ടിയത് പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന്. മുൻപും ലഹരി പിടിച്ചു. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നു പോലീസ് കഞ്ചാവ് പിടികൂടിയത് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹോളി ആഘോഷത്തിന്റെ പേരിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ടെന്നും അതിനായി പണപ്പിരിവ് നടന്നെന്നും പോലീസിന് വിവരം കിട്ടിയിരുന്നു. കളമശ്ശേരി പോളിടെക്നിക് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നെന്ന വിവരത്തെ തുടർന്ന് നേരത്തെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇവിടം. ഹോളി ആഘോഷത്തിനിടെ വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ചെന്ന വിവരത്തെ തുടർന്നായിരുന്നു രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധന. പോളിടെക്നിക് പരിസരത്ത് വെച്ച് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ ഗഞ്ചാവുമായി പോലീസ് അടുത്തിടെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് എന്നു കരുതുന്നു. വ്യാഴം രാത്രി 9 മണിയോടെയാണ് നാർക്കോട്ടിക് സെൽ, ഡാൻസാഫ്, കളമശ്ശേരി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു പരിശോധന. പുലർച്ചെ 4 വരെ നീണ്ട റെയ്ഡിൽ 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചത്. ഒന്നാം നിലയിൽ G11 മുറിയിൽ നിന്ന് 1.909 കിലോഗ്രാം കഞ്ചാവും ഇലക്ട്രോണിക് ത്രാസും പിടിച്ചു. രണ്ടാം നിലയിലെ F39 മുറിയിൽ നിന്ന് 9.70 ഗ്രാമും പിടിച്ചു. മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വം കേസിൽ കുരുക്കിയതാണെന്ന പ്രതികളുടെ ആരോപണം പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളോടും കൂടി നിയമാനുസൃതമാണ് പരിശോധന നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഹോസ്റ്റലിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം വന്നു പോകുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കഞ്ചാവ് എവിടെ നിന്നെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നു. മുൻപും ലഹരി പിടിച്ചെന്നു പ്രിൻസിപ്പൽ. ക്യാമ്പസിൽ നിന്ന് മുൻപും ചെറിയ അളവിൽ ലഹരിമരുന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ലഹരിയുടെ വരവ് തടയാൻ 6 മാസമായി പോലീസുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പോളിടെക്നിക് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പറഞ്ഞു. അതിന്റെ ഭാഗമായായിരുന്നു റെയ്ഡ്. ക്യാമ്പസിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ അടക്കം അതിന്റെ ഭാഗമാണ്. ഇപ്പോൾ അറസ്റ്റിലായവർ അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഒരാഴ്ച കൂടിയേ ഇനി ഇവർക്കു ക്ലാസ് ഉള്ളൂ. ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി അക്കാദമിക് കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളായ കൊല്ലം കുളത്തൂപ്പുഴ വില്ലുമല സ്വദേശി M ആകാശ് 21, ഹരിപ്പാട് വെട്ടുവേണി സ്വദേശി ആദിത്യൻ 20, കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് സ്വദേശി R അഭിരാജ് 21 എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സൗദിയിൽ 2 ദിവസം ജയിൽ, ഒന്നുമില്ലാതെ നാട്ടിലെത്തി. എല്ലാവരെയും നഷ്ടമായി. ഇനി അഫാനെ കാണണ്ട. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയും മകനുമായ അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്നു പിതാവ് റഹീം. അഫാന് കാരണമുണ്ടായ നഷ്ടം വലുതാണ്. ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ ആശ്വാസമുണ്ട്. ഷെമിയെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു. ഇളയ മകന് കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ICUവിൽ വെച്ച് ഭാര്യയെ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ് ഷെമി പൊട്ടിക്കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലെ ബാക്കി മരണങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അഫാനാണ് അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് ഷെമി പറഞ്ഞത്. ഒരു പാറ്റ പോലും പേടിയായിരുന്ന അവന് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. പരുക്കു പറ്റിയത് കട്ടിലിൽ നിന്ന് വീണാണെന്നാണ് ഇപ്പോഴും പറയുന്നത്, റഹീം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയാത്ത അവസ്ഥയാണെന്നും റഹീം പറഞ്ഞു. സൗദിയിലെ 2 ദിവസം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണു കയ്യില് ഒരു പൈസ പോലുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളുമുണ്ട്. ഗൾഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവരില്ല. സൗദിയിൽ 10 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു. നാട്ടില് എന്റെ അറിവില് 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ബാങ്കില് ബാധ്യതയുണ്ടായിരുന്നതു കാരണം അവര് നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തുമായിരുന്നു. കാലാവധി ഉണ്ടായിരുന്നിട്ടും അസിസ്റ്റന്റ് മാനേജർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠന് 75,000 രൂപ ഷെമി കൊടുക്കാനുണ്ടായിരുന്നു. ഉമ്മയുമായി സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് പലിശയ്ക്ക് 5 ലക്ഷം രൂപയാണ് വാങ്ങിയത്. 5.5 ലക്ഷം രൂപ പലിശ മാത്രമായി തിരികെ നൽകി. പലിശ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. തട്ടത്തുമലയിലെ 2 ബന്ധുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അഫാന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇനി അഫാനെ കാണണമെന്ന് ആഗ്രഹമില്ല. അവന് കാരണം ഇളയ മകന്, ഉമ്മ, ചേട്ടന്, ചേട്ടന്റെ ഭാര്യ എല്ലാവരെയും എനിക്ക് നഷ്ടമായി. അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അവന് ചെല്ലുമ്പോൾ പണം കൊടുക്കുമായിരുന്നു. എന്റെ 2 മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയിരുന്നത്. സംഭവം ഉണ്ടാകുന്നതിനു മുൻപുള്ള ദിവസങ്ങളിലും അഫാനോട് സംസാരിച്ചിരുന്നു. വസ്തു വിറ്റ് ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പലരെയും അവന് കൊണ്ടുവന്നിരുന്നു. ഫരിസാനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു. ഒന്നുമില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും വരുമാനമായി കഴിയുമ്പോൾ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. ഇളയ മകനാണ് ഫരിസാനയുടെ ഫോട്ടോ അയച്ചു തന്നത്. ഫരിസാനയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണണമെന്നുണ്ട്. തെറ്റ് ചെയ്തത് എന്റെ മകനാണ്. പക്ഷേ അവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് പോകാൻ മടിക്കുന്നത്. അഫ്സാനോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ 6 വർഷം കഴിഞ്ഞാണ് മടങ്ങിവരുന്നത്. അതിന്റെ കുറവൊന്നും വരുത്താതെയാണ് അഫ്സാനെ നോക്കിയിരുന്നത്. എപ്പോഴും ബൈക്കിൽ കൊണ്ടുപോകുകയും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു.
എന്ത് മനസ്സിൽ തോന്നിയിട്ടാണ് അഫാന് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാന് കഴിയുന്നില്ല, റഹീം പറഞ്ഞു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ടു, കേന്ദ്രം കനിഞ്ഞു. 5990 കോടി കൂടി കടമെടുക്കാന് കേരളം. തിരുവനന്തപുരം കേന്ദ്രം കനിഞ്ഞതോടെ 5990 കോടി രൂപ കൂടി അധികം കടമെടുക്കാന് കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഡൽഹിയിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു പിന്നാലെയാണ് കേരളത്തിനു അധിക തുക കടമെടുക്കാന് കേന്ദ്രം അനുമതി നൽകിയത്. സാമ്പത്തിക വർഷം അവസാനിക്കാന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമായി. 12,000 കോടി ഈ മാസം വായ്പയെടുക്കാനാണ് അനുമതി തേടിയത്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6,250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതും മറ്റും കണക്കിലെടുത്ത് 6,000 കോടിയും കടമെടുക്കാൻ അവകാശമുണ്ടെന്നാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചത്. എന്നാൽ 5,990 കോടി കടമെടുക്കാനുള്ള അനുമതിയാണ് ലഭിച്ചത്. നടപ്പു സാമ്പത്തിക വർഷത്തെ 2024 മുതൽ 25 വരെ മാത്രം കേരളത്തിന്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളമായി. സർക്കാരിന്റെ പൊതുകടം ഉൾപ്പെടെയുള്ള ബാധ്യതകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷപ്രകാരം 2023 മുതൽ 24 വരെ മാത്രം 4.15 ലക്ഷം കോടി രൂപയാണെന്ന് CAG റിപ്പോർട്ട് ചെയ്തിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15,000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസമായതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതി ഇനത്തിൽ ചെലവിട്ടത് പകുതി മാത്രമാണ്. 38,886 കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം. ഇതിൽ 52% തുകയെ ഇതുവരെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 21,838 കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ 54% മാത്രമാണ് പുരോഗതി. തദ്ദേശ പദ്ധതികൾ 45%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്ന് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞയാഴ്ചത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തിയത്. മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ, 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, യുവതി അറസ്റ്റിൽ. കണ്ണൂർ തളിപ്പറമ്പിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. പുളിപറമ്പ് തോട്ടാറമ്പിലെ സ്നേഹ മെർലിനെയാണ് 23 തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് സ്വദേശിനിയാണ് പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനി. സ്കൂളിൽ വെച്ച് കുട്ടിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചതോടെയാണ് വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. ഫെബ്രുവരിയിലായിരുന്നു സ്നേഹ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സ്നേഹയുടെ പേരിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ മുൻപും പോക്സോ കേസുണ്ട്. CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം K മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ആന്റിബയോട്ടിക് അനാവശ്യ വിൽപ്പനയിൽ 30% വരെ കുറവ്. ആരോഗ്യ വകുപ്പിന്റേത് മാതൃകാ പ്രവർത്തനങ്ങൾ. പത്തനംതിട്ട ഡോക്ടറുടെ കുറിപ്പ് ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഫലമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗത്തിൽ 20 മുതൽ 30 വരെ % കുറവുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് എതിരായ ബോധവൽക്കരണത്തിൽ കേരളം രാജ്യത്തിനു തന്നെ മാതൃകയാണെന്ന രാജ്യത്തെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ന്യൂഡൽഹി സെന്റർ ഫോർ സയൻസ് എൻവയോൺമെന്റിന്റെ വാർഷിക റിപ്പോർട്ടിലെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം രോഗാണുക്കൾ ആർജിക്കുന്ന പ്രതിരോധത്തെപ്പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് ജനകീയ ബോധവൽക്കരണത്തിനും കേരളം തുടക്കമിട്ടു. സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തുന്നത്. ഇതിലൂടെ വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി മനോരമ ഓൺലൈനിനോട് പറഞ്ഞു. കേരളത്തിന്റെ ഏമാര് നിരീക്ഷണ ശൃംഖലയായ കാസ്നെറ്റ്, കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാന് ആണ് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഏമാര് നെറ്റ്വർക്ക് ശൃംഖലയെന്നും മന്ത്രി പറഞ്ഞു. 59 തൃതീയ ആശുപത്രികളിൽ നിന്നും 100-ലധികം സ്പോക്ക് ആശുപത്രിയിൽ നിന്നും ഏമാര് സംബന്ധിച്ച വിവരങ്ങൾ കാസ്നെറ്റിലൂടെ കേരളം ക്രോഡീകരിക്കുന്നുണ്ട്. ദ്വിതീയ തലത്തിലെയും പ്രാഥമിക തലത്തിലെയും ഏമാര് നിരീക്ഷണം നടത്തുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അമിതവുമായ ഉപയോഗം മനുഷ്യരാശിക്കുണ്ടാക്കുന്ന ഭീഷണി ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അത് മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് രാജ്യത്തിനു മാതൃകയായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഈ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാണെന്നായിരുന്നു CSE മേധാവിയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയുമായ സുനിത നാരായൺ പാരിസ്ഥിതിക തൽസ്ഥിതി 2025 റിപ്പോർട്ടിൽ വിലയിരുത്തിയത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR രംഗത്ത് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോ സംസ്ഥാനവും കണ്ടുപിടിക്കണമെന്ന് സുനിത നാരായൺ പറഞ്ഞു. 2018 സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇതിനായി പുറത്തിറക്കിയ കർമ്മ പദ്ധതി സംസ്ഥാന തലത്തിൽ ആദ്യത്തേതായിരുന്നു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് നൽകാതിരിക്കുക,
അനാവശ്യ ഉപയോഗം തടയുക, മിച്ചം വരുന്നവ അലക്ഷ്യമായി മണ്ണിലേക്കും മറ്റും വലിച്ചെറിയുന്നത് തടയുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നെന്ന് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എൻവയോൺമെന്റ് റിപ്പോർട്ട് പറയുന്നു. കക്കോടി, വട്ടിയൂർക്കാവ്, എറണാകുളം തുടങ്ങിയ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് പദവി നേടി. ആന്റിബയോട്ടിക് വിൽക്കാൻ നീല കവർ മാത്രം ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളിലൂടെ 43 പഞ്ചായത്തുകളിലെ വീടുകളിൽ ബോധവൽക്കരണം നടത്തി. 191 ബ്ലോക്കുകളിൽ ആന്റി മൈക്രോബിയൽ സമിതി നിലവിൽ വന്നു. അന്തരീക്ഷത്തിലെ ആന്റിബയോട്ടിക് സാന്നിധ്യം കണ്ടെത്താൻ ലാബ് സ്ഥാപിച്ചതും കോഴിക്കോട്ട് മുള്ളേരിയിലും വീടുകളിലെ മിച്ചം വരുന്ന മരുന്നുകൾ ശേഖരിക്കുന്നതിന് കുടുംബശ്രീ വഴി സംവിധാനം ഏർപ്പെടുത്തിയും മാതൃകയായി. പഴകിയ മരുന്നുകൾ ശേഖരിക്കാൻ മെഡിക്കൽ സ്റ്റോറുകളിലും സംവിധാനം ഏർപ്പെടുത്തി. കന്നുകാലികളിലെയും കോഴികളിലെയും ആന്റിബയോട്ടിക് ഉപയോഗം തടയാൻ ബദൽ ആയുർവേദ മരുന്നുകൾ വികസിപ്പിച്ച മലബാർ മിൽമ എത്നോ വെറ്ററിനറി മേഖലയ്ക്കും മാതൃകയായതായി റിപ്പോർട്ട് പറയുന്നു. റേഷൻ അരിക്ക് വില കൂടും, 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കും. റേഷൻ അരിക്ക് വില കൂട്ടാൻ ശുപാർശ. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കാനാണ് അരി വില കൂട്ടുന്നത്. പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും വില വർദ്ധിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. 3893 റേഷൻ കടകൾ അടച്ചുപൂട്ടണമെന്നും സമിതി ശുപാർശ ചെയ്തു. 3-അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി. ഒരു റേഷൻ കടയിൽ പരമാവധി 800 റേഷൻ കാർഡ് മാത്രം മതിയെന്നും പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശയിലുണ്ട്. താമരശ്ശേരിയിലും പെരിന്തൽമണ്ണയിലും മയക്കുമരുന്നുമായി 3 അസം സ്വദേശികൾ പിടിയിൽ. മലപ്പുറം, താമരശ്ശേരിയിലും പെരിന്തൽമണ്ണയിലും മയക്കുമരുന്നുമായി 3 അസം സ്വദേശികൾ പിടിയിൽ. താമരശ്ശേരി പൂണൂരിൽ 11 ഗ്രാം ഹെറോയിനുമായാണ് അസം സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മുതാബിർ ഹുസൈൻ എന്നയാളെയാണ് താമരശ്ശേരി റേഞ്ച് ഇൻസ്പെക്ടർ തമ്പി ഇജിയും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രതീഷ് ചന്ദ്രൻ, പ്രിവന്റീവ് ഓഫീസർ അജീഷ് ഇ.ടി.ബി, സിവിൽ എക്സൈസ് ഓഫീസർ വിഷ്ണു ഇ.ടി.കെ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷിതിൻ എന്നിവർ കേസെടുത്ത സംഘത്തിലുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ 10.24 ഗ്രാം ഹെറോയിനുമായി 2 അസം സ്വദേശികളാണ് പിടിയിലായത്. ഇസ്മായിൽ അലി, ഇസാജുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് പാർട്ടിയും ഉത്തരമേഖല കമ്മീഷണർ സ്ക്വാഡ് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിലായത്. പരിശോധനയിൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ യൂനുസ് എം, മലപ്പുറം ഐ.ബി ഇൻസ്പെക്ടർ ടി ഷിജുമോൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അശോക് പി, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽകുമാർ, ഷരീഫ് വി.കെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ തേജസ് വി, പി അബ്ദുൽ ജലീൽ, അഖിൽ ദാസ്, ഷംനാസ്, സച്ചിൻ, പ്രവീൺ, വനിത സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു എന്നിവരുണ്ടായിരുന്നു. ബത്തേരിയിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. ബത്തേരി, വയനാട് ബത്തേരിയിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. ബത്തേരിയിലെ കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നാണ് കഞ്ചാവ് മിഠായി പിടികൂടിയത്. വിദ്യാർത്ഥി ഓൺലൈനിൽ നിന്നാണ് കഞ്ചാവ് അടങ്ങിയ മിഠായി വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ഓൺലൈനിലൂടെ വാങ്ങിയ മിഠായി വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പോലീസ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തു. നല്ല നാളെക്കായി കൈകോർക്കാം. ഈങ്ങാപ്പുഴ സമൂഹ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ലഹരിക്കെതിരെ മാർ ബസേലിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഫാദർ സിജോ പന്തപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിച്ചു. തുടർന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട കവിതാ പാരായണവും പ്രസംഗവും ഫ്ലാഷ് മോബും നടത്തി. അധ്യാപികയായ സുകന്യ പി.എം കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് അധ്യാപകരായ ആൽബി ബേബി, സോണിയ ജേക്കബ്, വിൻസി സിജെ എന്നിവരായിരുന്നു. വടകരയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ബൈക്കുകൾ മോഷ്ടിച്ച സംഭവം പുറത്തുവന്നതിന് പിന്നാലെ കൂടുതൽ ഇടങ്ങളിൽ ബൈക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വടകരയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ബൈക്കുകൾ മോഷ്ടിച്ച സംഭവം പുറത്തുവന്നതിന് പിന്നാലെ നഗരത്തിൽ കൂടുതൽ ഇടങ്ങളിൽ ബൈക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അന്വേഷണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചതാണ് ബൈക്കുകളെന്ന് പോലീസ് സംശയിക്കുന്നു. ബൈക്കുകളിൽ പോലീസ് പരിശോധന നടത്തി. ഇതുവരെ 6 ബൈക്കുകൾ കണ്ടെടുത്തു. കോഴിക്കോട് വടകരയിൽ മോഷ്ടിച്ച 6 ബൈക്കുകളുമായി 5 വിദ്യാർത്ഥികൾ പിടിയിലായിരുന്നു. 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ലഹരികടത്തിനും ഉപയോഗിച്ചതായും സംശയിക്കുന്നു. വടകരയിലെ വിവിധ സ്കൂളുകളിൽ 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായത്. വിവിധ ഇടങ്ങളിൽ നിർത്തിയിടുന്ന ബൈക്കുകൾ മോഷടിക്കുകയും രൂപമാറ്റം വരുത്തി വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ച് ഉപയോഗിക്കുകയാണ് ഇവരുടെ രീതി. വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്നും മോഷണം പോയ ബൈക്കുകൾ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വീടുകളിൽ ഇവ കൊണ്ട് പോകുന്നില്ലാത്തതിനാൽ രക്ഷിതാക്കൾ വിവരം അറിഞ്ഞിരുന്നില്ല. വടകര മേഖലയിൽ നിന്നും ബൈക്കുകൾ നിരന്തരം മോഷണം പോകുന്നത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ പിടിയിലായത്. ബൈക്കുകളുടെ ലോക്ക് പൊട്ടിച്ചാണ് കടത്തിപ്പോയിരുന്നത്. മോഷ്ടിച്ച ചില ബൈക്കുകൾ നിറം മാറ്റം വരുത്തിയിരുന്നു.
ലഹരി കടത്തുന്ന കാരിയർമാരായി വിദ്യാർത്ഥികളെ ലഹരി സംഘം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രായപൂർത്തിയാവാത്തതിനാൽ പ്രതികളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.